വലിയ പരാജയത്തിലേക്ക്, അതായത് കണ്ണൂരിന്റെ കോട്ട കൊത്തളങ്ങൾ ഇളകുന്നു. കണ്ണൂരിൽ അവർ പ്രതീക്ഷിച്ചിരുന്ന മണ്ഡലങ്ങൾ പോലും ലഭിക്കാതെ ആകുന്നു. പയ്യന്നൂരിലും തളിപ്പറമ്പിലും സംഭവിച്ചു. ഞാനൊക്കെ അവിടെ പോയി അവിടുത്തെ ജനങ്ങളുമായി സംസാരിച്ചാണ്. ഒരു കാരണവശാലും അവിടെ തോൽക്കില്ല. കുഞ്ഞികൃഷ്ണൻ ഇറങ്ങിയാലും മസൂദിന് ഇറങ്ങിയാലും ആരും തോൽക്കില്ല, ഞങ്ങളുടെ കോട്ട ഉറച്ചതാണ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് CPM-ന്റെ സാക്ഷാൽ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ PK ശ്യാമള. PK ശ്യാമളക്കെതിരെ അവിടെ വലിയ എതിർപ്പുണ്ടായിരുന്നു തളിപ്പറമ്പിൽ, സംശയമില്ല. PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കി എതിർത്താണ് അവിടെ മത്സരിക്കുന്നത് TK ഗോവിന്ദൻ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിനെതിരെ വലിയ സുകന്യ എന്ന് പറഞ്ഞ അവിടുത്തെ നേതാവിനെ മത്സരിപ്പിക്കാൻ പാർട്ടി പ്രവർത്തകർ ആഗ്രഹിച്ചിരുന്നു. സുകന്യയെ മാറ്റി PK ശ്യാമളയെ അവിടെ മത്സരിപ്പിക്കുന്നു. കഴിഞ്ഞ തവണ MV ഗോവിന്ദൻ 27,000 വോട്ടുകളുടെ ഭൂരിപക്ഷം നേടിയ ഒരു മണ്ഡലമാണ്, മനസ്സിലാക്കണം. അവിടെ TK ഗോവിന്ദൻ എന്ന ഒറ്റയാൻ നമ്മൾ ആ തെരഞ്ഞെടുപ്പ് രംഗത്ത് കണ്ടതാണ്. കോൺഗ്രസിന്റെ പിന്തുണ ഉണ്ട് എങ്കിൽ പോലും ഓരോ സ്ഥലത്തും ഒറ്റയാനായി സഞ്ചരിച്ച TK ഗോവിന്ദനും കുഞ്ഞികൃഷ്ണന്റെ കൂടെ കോൺഗ്രസ് പ്രവർത്തകർ പോലും ഉണ്ടായിരുന്നില്ല, ജനം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ ചോദിച്ചു കുഞ്ഞികൃഷ്ണനോട്, എന്തുകൊണ്ട് കുഞ്ഞികൃഷ്ണ നിങ്ങൾ ഇത്തരത്തിൽ കോൺഗ്രസ് പ്രവർത്തകരെ ഒപ്പം കൂട്ടുന്നില്ല? വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് മതി ജയിക്കാൻ, എനിക്ക് ഇവിടുത്തെ ഓരോ വീടും പരിചയമാണ്, ഞാൻ എല്ലാവരെയും കാണും, എല്ലാവരുമായി സംസാരിക്കും, എല്ലാവരോടും കാര്യങ്ങൾ വിശദീകരിക്കും. അവിടെ നടന്ന ഫണ്ട് തിരിമറി അടക്കം ജനത്തിന് മനസ്സിലായിട്ടുണ്ട്. ഞാൻ ജയിക്കുമെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിച്ച പി കുഞ്ഞികൃഷ്ണനും TK ഗോവിന്ദനും അവിടെ അട്ടിമറി ജയം നേടുന്നു. കോൺഗ്രസിന്റെ വിസ്മയങ്ങളായി TK ഗോവിന്ദനും കുഞ്ഞികൃഷ്ണനും G സുധാകരനും മാറുന്നു. തിരിമറിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ആയിരുന്നു ഉയർന്നു വന്നത് എന്നതാണ് പാർട്ടിയെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കുന്നത്. പാർട്ടി പ്രവർത്തകർ പിരിച്ചെടുത്ത ഫണ്ട് ദുരുപയോഗം ചെയ്തു, അതിൽ വലിയ തട്ടിപ്പ് നടത്തി, അഴിമതി നടത്തി എന്നുള്ളതായിരുന്നു ഇപ്പോൾ കേരള കോൺഗ്രസിന് നഷ്ടപ്പെടുകയാണ്. അപ്പോൾ മത്സരിച്ച എല്ലായിടങ്ങളിലും കേരള കോൺഗ്രസ് പിന്നിൽ പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഉൾപ്പെടെ പിന്നിൽ പോയിരിക്കുന്നു. സംബന്ധിച്ച് വലിയ പരീക്ഷണമാണ്. മുന്നണി മാറാനുള്ള സാഹചര്യം പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മനിത 36,000 എന്ന നിലയിലേക്ക് വോട്ടുയർത്തുന്നു, ലീഡ് ഉയർത്തുന്നു. ഇനി അറിയേണ്ടത് ഈ തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിയുടെ റെക്കോർഡ് പോലെയുള്ള റെക്കോർഡിലേക്കാണോ കടക്കുന്നത് ചാണ്ടി ഉമ്മൻ എന്നതാണ്. അഭിലാഷ് ടോണി ചമ്മണി 7,332 വോട്ടുകൾക്ക് വൈപ്പിൽ ലീഡ് ചെയ്യുന്നു. അപ്പൊ അവസാനത്തെ അവിടുത്തെ കച്ചിത്തുരുവും പോയി. വൈപ്പിനിൽ 11 റൗണ്ടിൽ 7,332. പാലക്കാട് മാത്രമാണ് ഒരു ആശ്വാസം. പാലക്കാട് ജില്ലയിൽ LDF ഷൊർണൂരിലെ പട്ടാമ്പിയിൽ, ഒറ്റപ്പാലത്ത്, ആലത്തൂരിലും, തരൂരിലും, നെന്മാറയിലും, മലമ്പുഴയിലും ലീഡ് ചെയ്യുന്നുണ്ട്. 10 മണ്ഡലങ്ങൾ കയ്യിലുണ്ടായിരുന്നിടത്ത് 7 ഇപ്പോൾ ലീഡ് ചെയ്യുന്നുണ്ട്. അവിടെ മാത്രമാണ് അല്പം ആശ്വാസം. തിരുവനന്തപുരത്തും കുറച്ച് ആശ്വാസത്തിന് വകയുണ്ട്. തിരുവനന്തപുരം അവരെ കാര്യമായി കൈവിട്ടിട്ടില്ല. തിരുവനന്തപുരത്ത് പല മണ്ഡലങ്ങളിലും LDF-ന്റെ ലീഡുണ്ട്. വട്ടിയൂർക്കാവിലാണ് ഇപ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നത് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. കേവലം 200-ൽ താഴെ വോട്ടുകളുടെ ലീഡ് മാത്രമാണ് K മുരളീധരന് ഉള്ളത്. ഒപ്പം കഴക്കൂട്ടത്തും അതിശക്തമായ പോരാട്ടം നടക്കുന്നു എന്ന വിവരം വരുന്നു. അവിടെയും 200-ൽ താഴെ വോട്ട് മാത്രമാണ് കടകംപള്ളി സുരേന്ദ്രൻ ഉള്ളത്. അവസാന റൗണ്ട് വരെ ഈ 2 മണ്ഡലങ്ങളിലും കാത്തിരിക്കണം. അവസാന റൗണ്ട് വരെ കാത്തിരിക്കേണ്ടി വരും. ആരാണ് വിജയതിലകം അണിയുക? ഉമാ തോമസിന്റെ ലീഡ് 25,000-ലേക്ക് ഉയരുന്നു എന്നതാണ്. VT ബൽറാമിന്റെ ലീഡ് 4,823. ചിറ്റൂരിൽ V മുരുകദാസ് ഇടത് സ്ഥാനാർത്ഥിയാണ് മുന്നിൽ നിൽക്കുന്നത്. ബത്തേരിയിൽ IC ബാലകൃഷ്ണൻ 11,000-ലധികം വോട്ടുകൾക്ക് മുന്നിൽ നിൽക്കുന്നു. തൃക്കാക്കരയിൽ സൂചിപ്പിച്ചതുപോലെ 25,000 വോട്ടിന് മുന്നിൽ നിൽക്കുന്ന സാഹചര്യമാണ്. അങ്ങനെ ചന്ദ്രശേഖർ ലീഡ് തുടരുന്നു. 4,234 ലീഡ് ഉയർത്തിയിരിക്കുന്നു. 6 റൗണ്ട് പിന്നിടുമ്പോഴാണ് 4,234 RC ലീഡ് ഉയർത്തുന്നത്. ആറന്മുളയിൽ അബിൻ വർക്കി 7,357 വോട്ടിൽ ലീഡ് ഉണ്ട്. തടലും വീണ ജോർജ് 7,357 വോട്ടുകൾക്ക് പിന്നിലാണ്. വലിയ തിരിച്ചടിയായിരിക്കും. വീണ ജോർജ് കേരളത്തിന്റെ മുൻ കേരളത്തിന്റെ ആരോഗ്യമന്ത്രി തിരിച്ചറിയുന്നുണ്ട്. എന്തായാലും ഈ കപ്പൽ ഇതാ മുങ്ങിക്കഴിഞ്ഞു എന്ന് കേരളത്തിന്റെ മുൻ ആരോഗ്യമന്ത്രി ഇപ്പോൾ തിരിച്ചറിയുന്നു. ആറന്മുളയിൽ വീണ ജോർജ് ഈ കപ്പൽ മുങ്ങിയെന്നും കപ്പലിൽ നിന്ന് രക്ഷപ്പെടുന്നത് ക്യാപ്റ്റൻ മാത്രമായിരിക്കുമെന്ന് കൂടിയാണ് ഇപ്പോൾ തിരിച്ചറിയുന്നത്. ഈ കപ്പൽ മുങ്ങില്ല. ഈ കപ്പൽ ഒരു ക്യാപ്റ്റൻ ഉണ്ട്. ആ ക്യാപ്റ്റൻ ഇപ്പൊ മുങ്ങി ക്യാപ്റ്റൻ കഷ്ടിച്ച് നീന്തി രക്ഷപ്പെടും. ക്യാപ്റ്റൻ മാത്രം രക്ഷപ്പെടും. പക്ഷെ കൂട്ടത്തിലുണ്ടായിരുന്ന യാത്രക്കാരേതാണ്ട് എല്ലാവരും മുങ്ങിത്താഴുന്നു എന്നത് തന്നെയാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം. രഞ്ജിത്ത്, അതിൽ ആറന്മുളയിൽ നിന്നുള്ള ആരോഗ്യമന്ത്രിയായിട്ടുള്ള വീണ ജോർജ് ഉണ്ട്, കളമശ്ശേരിയിൽ നിന്നുള്ള രാജീവ് ഉണ്ട്, കൊട്ടാരക്കരയിൽ നിന്നുള്ള മന്ത്രി അടക്കം ഇപ്പോൾ മുങ്ങിത്താഴുന്നു. അങ്ങനെ മന്ത്രിമാരൊന്നടങ്കം ആ കപ്പലിൽ മുങ്ങിത്താഴുകയാണ്. അവിടെ CPI-യുടെ ചില നേതാക്കൾക്കും കഷ്ടിച്ച് നീന്തി രക്ഷപ്പെടാൻ സാധിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ക്യാപ്റ്റൻ നീന്തി രക്ഷപ്പെട്ടു. ആ കപ്പൽ മുങ്ങി, ക്യാപ്റ്റൻ നീന്തി രക്ഷപ്പെട്ടു. കൂടെ ഉണ്ടായിരുന്ന
അണികളെല്ലാം മുങ്ങിത്താഴുന്നു. മന്ത്രിമാരടക്കം 14ഓളം മന്ത്രിമാർ തോൽവിയുടെ കയ്പുനീർ കുടിക്കുന്നു. പക്ഷേ ഒരു ആശ്വാസ വാർത്ത UDF വരുന്നുണ്ട്. അത് രമേശ് പിഷാരടി വീണ്ടും മുന്നിൽ വന്നു എന്നുള്ളതാണ്. 1525 വോട്ടുകൾക്ക് രമേശ് പിഷാരടി പാലക്കാട് വീണ്ടും മുന്നിൽ. അത് മാത്രമല്ല, രഞ്ജിത്ത് കപ്പൽ മുങ്ങിയെങ്കിൽ മാത്രമല്ല, കേരളത്തിന്റെ മുഖത്ത് നോക്കി കടക്ക് പുറത്ത് എന്ന് പിണറായി വിജയൻ പറഞ്ഞപ്പോൾ ഇതാ കേരളം തിരിച്ചും പറഞ്ഞിരിക്കുന്നു LDF-നോട് കടക്ക് പുറത്ത് എന്ന്. അവിടെയും അകത്താകുന്നത് ഒരാൾ മാത്രമാണ്, ക്യാപ്റ്റൻ മാത്രമാണ്. മറ്റെല്ലാവരോടും മന്ത്രിമാരോടും MLA-മാരോടും ഒക്കെ ഒറ്റക്കെട്ടായി പറയുന്നു കടക്ക് പുറത്ത്. നമുക്ക് ഒന്നിച്ചങ്ങ് ഇറങ്ങാമല്ലേ എന്ന് പറഞ്ഞു, ഒന്നിച്ചങ്ങ് ഇറങ്ങി. നമുക്ക് ഒന്നിച്ചങ്ങ് ഇറങ്ങാമല്ലേ എന്ന് പറഞ്ഞു, ഒന്നിച്ചിറങ്ങി. എന്തായാലും വയനാട്ടിലെ ദുരന്തമുഖത്ത് അടക്കം വലിയ തോതിൽ രാഷ്ട്രീയ വിമർശനങ്ങൾ നേരിട്ട ഒരു പാർട്ടിയാണ് ഇപ്പോൾ തിരിച്ചു വരുന്നത്. നിങ്ങൾ എവിടെയാണ് ഈ പറയുന്നത് പോലെ വയനാട്ടിലെ ദുരന്തബാധിതരെ അടക്കം സംരക്ഷിച്ചത് എന്ന് ചോദിച്ചുകൊണ്ട് അവിടെ കുടിൽ കെട്ടി പ്രതിഷേധം നടത്തിയ യുവനേതാക്കളുണ്ട്. പക്ഷേ ആ യുവനേതാക്കൾക്ക് നേതൃത്വം നൽകിയ സ്ഥാനാർത്ഥികൾ പോലും ഇപ്പോൾ പിന്നോട്ട് പോകുമ്പോൾ അതാണ് കേരളം എങ്ങനെ ചിന്തിക്കുന്നു എന്നത് ഇപ്പോഴും പിടിതരാത്ത ഒന്നായി മാറുന്നു എന്നത് എടുത്തു പറയേണ്ടത്. അങ്ങനെ വലിയ ആക്ഷേപങ്ങൾ ആയിരുന്നു മുണ്ടക്കയിലും ചൂരൽമലയിലും അടക്കം UDF നേരിട്ടത്. അവിടെ UDF-ന്റെ ഭാഗമായിട്ടുള്ള ലീഗിന് മാത്രമല്ലേ വീട് വെച്ച് നൽകാൻ സാധിച്ചുള്ളൂ എന്ന് ചോദിച്ചെടുത്ത് ഇതാ ടി സിദ്ദിഖ്. ഞാൻ വയനാടിനെ കുറിച്ച് പറയുമ്പോൾ കൽപ്പറ്റയിൽ അതേ ടി സിദ്ദിഖിനെ കൂവി വിട്ടതാണ്. അതായത് മുണ്ടക്കയിലും ചൂരൽമലയിലും നടന്ന വീടുകൾ LDF-ന്റെ സർക്കാരിന്റെ വീടുകൾ നൽകിയപ്പോൾ ആ വേദിയിൽ UDF-ന് കൂവലേൽക്കേണ്ടി വന്നു. LDF-ന്റെ പ്രവർത്തകർ അവിടെ മുണ്ടക്കയിലും ചൂരൽമലയിലും കൂവി തോൽപ്പിച്ച ടി സിദ്ദിഖ് പക്ഷേ ജനങ്ങൾക്ക് മുന്നിൽ വിജയിച്ചു കയറുന്നു എന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. കൽപ്പറ്റയിൽ ടി സിദ്ദിഖ് ഒരിക്കൽ കൂടി വിജയിച്ചു കയറുകയാണ് മികച്ച ഭൂരിപക്ഷത്തിൽ. തീർച്ചയായും എന്താണ് തെരഞ്ഞെടുപ്പ് തോൽവിയുടെ കാരണങ്ങൾ എന്നുള്ളതൊക്കെ വിശദമായി ഇനി പരിശോധിക്കേണ്ടി വരും. പറഞ്ഞതെല്ലാം വാക്ക് പാലിച്ചു എന്നതാണ് പറഞ്ഞത്. പ്രോഗ്രസ് റിപ്പോർട്ട് ഇറക്കിയ സർക്കാരാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് CP ജോണിന്റെ ലീഡ് മാറുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. വിജയം ഉറപ്പിച്ചിരുന്നതാണ്. ഇപ്പോൾ രണ്ടാം സ്ഥാനത്തേക്ക് NDA വരുന്നു എന്ന ഒരു വാർത്ത കൂടിയുണ്ട്. എന്തായാലും തിരുവനന്തപുരം പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ നീങ്ങുന്നു എന്നതാണ്. അതായത് ഈ നെക്ക് ടു നെക്ക് ഫൈറ്റ് നടക്കുന്ന കഴക്കൂട്ടം, തിരുവനന്തപുരം, വട്ടിയൂർക്കാവ്, പാലക്കാട് അടക്കമുള്ള മണ്ഡലങ്ങളിൽ ഏത് രീതിയിലും ഫലസൂചനകൾ മാറി മറിയാം എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തു വരികയാണ്. ചാത്തന്നൂരിലും സമാനമായ സ്ഥിതിയുണ്ട്. കുറഞ്ഞൊരു 6-7 മണ്ഡലങ്ങളിലെങ്കിലും ശക്തമായ ത്രികോണ മത്സരം നടന്നിട്ടുണ്ട്. അതിന്റെ സൂചനകൾ വരുന്നു. മാറി ചാത്തന്നൂരിൽ ഇപ്പോൾ രാജേന്ദ്രൻ 470 വോട്ടുകൾക്ക് മുന്നിലാണ് എന്നുള്ളതാണ്. ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇനി നഗരസഭയിൽ എണ്ണാൻ 2 വോട്ടുകൾ കണ്ണൂർ, പാലക്കാട് നഗരസഭയിൽ 2 ബൂത്തുകൾ മാത്രം എണ്ണാനുള്ളപ്പോൾ അതിനുശേഷം പഞ്ചായത്തുകൾ കണ്ണാടിയും മാത്തൂരും പിരായിരിയും എണ്ണുമ്പോഴാണ് കൃത്യമായി തന്നെ UDF-ന് അനുകൂലമായ സ്ഥലങ്ങളാണ്. അവിടെ ഒരുപക്ഷെ രമേശ് പിഷാരടിക്ക് ലീഡ് കിട്ടിയേക്കാം. അമ്പലപ്പുഴയിൽ ജി സുധാകരൻ ലീഡ്, അമ്പലപ്പുഴയിൽ 8000 കടന്നു. UDF-ന് നല്ല ലീഡ് കൊടുക്കുന്ന അമ്പലപ്പുഴയിൽ രണ്ടുപേരും തുല്യമാണ്. കണ്ണാടി LDF-ന്റെ ശക്തി കേന്ദ്രമാണ്. അപ്പോൾ ഇതിനെ മാറാനുള്ള സാഹചര്യമാണ് നിൽക്കുന്നത്. അമ്പലപ്പുഴയിൽ 8000 കടന്നു. കൊല്ലത്ത് 2 സീറ്റ് മാത്രമായിരുന്നു UDF-ന് ഉണ്ടായിരുന്നത്. അവിടെ കഴക്കൂട്ടത്ത് BJP മുന്നിൽ, 8 വോട്ടിന് മുന്നിൽ. കഴക്കൂട്ടത്തും ഫലങ്ങൾ മാറി മറിയാം. 8 വോട്ടിന് BJP. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.